നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട കാർട്ടൂണുകളിൽ ഒന്നായിരിക്കണം ഈ ടിങ്കർബെൽ കാർട്ടൂൺ. ഈ കാർട്ടൂണിൽ തന്നെ ആണെന്നാണ് തോന്നുന്നത്. ഇതിൽ ഫാരീസിന്റെ വീടെന്ന് പറയുന്നത് പൂവിന്റെ ഉള്ളിലാണ്. ഇനി ഇതിൽ തന്നെ ആണോ എന്നറിയില്ല, പക്ഷെ എന്തായാലും എനിക്ക് ഈ ഒരു ക്യാരക്ടർ കാണുമ്പോൾ ഓർമ്മ വന്നത് നൈറ്റ് ആവുന്ന സമയത്ത് പൂവിന്റെ ഉള്ളിലേക്ക് കയറി കണ്ടിട്ട് കിടക്കുന്ന അവിടെ ബെഡൊക്കെ ഉണ്ട്. അങ്ങനെ അതാണ് എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത്. ചില സമയത്ത് നമുക്ക് കുട്ടിക്കാലത്തുള്ള ഇഷ്ടങ്ങളൊക്കെ നമ്മൾ വലുതാകുമ്പോഴും നമ്മൾ കൂടെ തന്നെ കൊണ്ട് നടക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ കാർട്ടൂണുകളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ആയിരിക്കണം ഞാനൊരു കാർട്ടൂൺ മോഡലറായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടും ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫാരികളെ ഞാൻ റിയൽ ലൈഫിലും അന്വേഷിച്ചു. ചില ഹ്യൂമൻസ് എന്റെ ലൈഫിലേക്ക് വന്നത് ഒരു ഫാരി രൂപത്തിലാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഒരു ഹ്യൂമൻ ക്യാരക്ടറിനെ വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും പല ഷേപ്പിലും നല്ല വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഫുള്ള് മയക്കിൽ തന്നെയായിരുന്നു പരിപാടി. ഇത് കണ്ടിട്ട് അന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള അതേ കഥാപാത്രത്തിന്റെ രൂപമായോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റിൽ പറയണം കേട്ടോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ താനിയെ വന്ന ശേഷം ഞാൻ ഒരു ഹ്യൂമൻ ക്യാരക്ടറിനെ വരച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. ചില സമയത്ത് നമ്മൾ എന്ത് വരച്ചാലും ശരിയാവും, പക്ഷെ ഒരു ഹ്യൂമൻ ക്യാരക്ടറിനെ വരയ്ക്കുമ്പോൾ അതിന്റെ കണ്ണും മൂക്കും വായും ഒന്നും പ്രോപ്പർ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആളെ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ മുകളിൽ മയച്ച് കളിച്ചത് കുറച്ചൊന്നും. അതിന്റെ ഇടയ്ക്ക് താനെ ഉറക്കത്തിൽ നിന്നെനിക്കും അവളെ വക പല കലാപരിപാടികളും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. നമ്മൾ എത്ര കൂടുതൽ വരയ്ക്കുന്നുവോ അതിനനുസരിച്ച് നമ്മളെ ഫ്ലോയും കൂടിക്കൂടി വരും. എന്റെ 2026 ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്കൊരു ഹ്യൂമൻ ക്യാരക്ടറിനെ കണ്ടാൽ അതേപോലെ അവിടെ ഇവിടെ ഒന്നും ഒരു മിസ്റ്റേക്കും ഇല്ലാതെ എനിക്ക് വരച്ചെടുക്കാൻ പറ്റാന്നുള്ളത് അതെന്റെ വലിയൊരു ആഗ്രഹത്തിലൊന്നാണ്. അതിന്റെ തുടക്കം ഒരു ഫാരിയിൽ തന്നെ തുടങ്ങിയതിൽ ഞാൻ വളരെ ഹാപ്പി. ഈ ഫാരീസ് എന്നെ എപ്പോഴും അട്രാക്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുറെ ഹ്യൂമൻസിൽ ഞാൻ ഈ ഫാരികളെ കണ്ടിട്ടുണ്ട്. ഈ പിക്ചറാണ് ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. നിങ്ങൾ കണ്ടിട്ട് പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമായോ അതേപോലൊക്കെ ആയോ എന്നുള്ളത്.